ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ ക്ലീനിങ് പരിപാടികളിലേക്ക് ഇറങ്ങിയിട്ടാണ്. പിള്ളേരും മിക്കായും എല്ലാവരും മുറ്റത്താണ്. ഇന്ന് അത്ര വലിയ മഴയോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ല ക്ലൈമറ്റാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നുമില്ല, മൂത്തിക്കാട് വീട്ടിൽ നിന്ന് നമ്മുടെ സാമ്പാറും അതേപോലെ ചട്നിയും പിന്നെ ദോശമാവൊക്കെ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഇഡലി മാത്രം ഉണ്ടാക്കേണ്ട പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊന്ന് ഒരു മുറ്റടിക്കൽ പരിപാടിക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് മഴയൊക്കെ ഒന്ന് തോർന്ന ദിവസമായതുകൊണ്ട് ഒന്ന് വൃത്തിയാക്കി ഇടാമെന്ന് വിചാരിച്ചു. എല്ലാ ദിവസവും ഈ പരിപാടി നടക്കില്ലല്ലോ. മാത്രമല്ല കഴിഞ്ഞ ആഴ്ച കനത്ത മഴയും കാറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ. മഴയായിട്ട് പുറത്തേക്ക് ഇറങ്ങാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പത്തെ 2 ദിവസത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്താണ് നമ്മുടെ നൈബർ ഒരാളെ കണ്ടതിട്ട്. ഇത്ര ദിവസമായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആളുടെ വീട്ടിലായിരുന്നു. സുകന്യ എന്നാണ് പേര്. അവളുടെ അച്ഛൻ ക്യാൻസറായിട്ട് ഇങ്ങനെ മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ നേരം ആ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് പിന്നെ നേരെ കിച്ചണിലേക്ക് പോന്നു കേട്ടോ. ആ സമയത്ത് പിള്ളേരൊക്കെ ആയിട്ട് ഉമ്മാടത്തേക്ക് താഴെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനൊന്ന് വീടിൻ്റെ ബാക്ക് സൈഡിലേക്ക് വന്നതാണ് കേട്ടോ, കുറച്ച് വേപ്പിലേക്ക് പറിക്കാൻ വേണ്ടിയിട്ട്. വീടിൻ്റെ ബാക്കിലേക്ക് കുറച്ച് സ്ഥലത്തായിട്ടൊക്കെ കുറച്ച് ഫ്രൂട്ട്സ് മരങ്ങൾ നട്ടിട്ടുണ്ട്. വീടിനോട് ചേർന്ന് നട്ടിട്ടുള്ളതെല്ലാം ഉമ്മായും ഇക്കാടെ ജ്യേഷ്ഠന്മാരും എല്ലാവരും നട്ടേക്കണതാണ്. പക്ഷെ ഏറ്റവും ബാക്കിലേക്ക് അത്യാവശ്യം ബഡ് ചെയ്ത കുറച്ച് മരങ്ങൾ നട്ടിട്ടുണ്ട് കേട്ടോ. ഒരുപാടുണ്ട് മാഷാ അല്ലാ. അതൊക്കെ 2 വർഷം 3 വർഷം കൊണ്ട് തന്നെ എല്ലാം കായ്ക്കുകയും ചെയ്തിട്ടാ. പല ടൈപ്പ് ഫ്രൂട്ട്സ് മരങ്ങളാണ്. വീടിനോട് ചേർന്നിട്ട് ഉള്ള റംബുട്ടാനും മാംഗോസ്റ്റിയൊക്കെയാണ് കഴിഞ്ഞ ദിവസം പറിച്ചതൊക്കെ കാണിച്ചത് കേട്ടോ. അത് ഓൾറെഡി കായ്ച്ചിട്ടുണ്ട്. അതൊക്കെ ഉമ്മ നട്ടതാണ്. ഈ ബാക്കിലേക്കുള്ള സംഭവങ്ങളൊക്കെയാണ് കേട്ടോ നട്ടേക്കണ. 2-3 ടൈപ്പ് മാവും അതേപോലെ തെങ്ങ് ഒക്കെ 3 വർഷം കൊണ്ട് കായ്ക്കുന്ന തെങ്ങുണ്ടല്ലോ അത്. പിന്നെ ചില ഫ്രൂട്ട്സിൻ്റെയൊന്നും ഇതിൻ്റെയൊന്നും പേര് പോലും എനിക്കറിയില്ല. പിന്നെ അമ്പഴങ്ങയുണ്ട്, പ്ലാവുകളുണ്ട്, തെങ്ങ്, അങ്ങനെ ഉള്ള ഒരു സ്ഥലത്ത് അത്യാവശ്യം ഫ്രൂട്ട്സ് കാര്യങ്ങളെല്ലാം നട്ടു വച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ എല്ലാവരും കൃഷിക്ക് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുകളാണ്. ഇത് നമ്മുടെ വലിയ ലെമണിൻ്റെ നാരങ്ങയുടെ മരമാണ് കേട്ടോ. അതിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഒരു തവണ നമ്മൾ നാട്ടിലൊക്കെ നിൽക്കുന്ന സമയത്ത് തന്നെ അത് ഒരുപാട് നാരങ്ങയൊക്കെ അതിലുണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവർ താഴെയൊക്കെ പോയി വന്ന് അവർക്ക് ഇഡ്ഡലി കൊടുക്കുകയാണ്. ഇഡ്ഡലിയും സാമ്പാറും ചട്നിയും അതാണ് കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ പിള്ളേരെ താഴെ കൊണ്ടുപോയിട്ട് ഇവിടെ കൊണ്ടുവന്നാക്കി ജിമ്മിൽ പോയിട്ടുണ്ടായിരുന്നു. പോയി വന്നിട്ട് നമ്മളുടനെ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് പിള്ളേർ റംബൂട്ടാൻ പറിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോയി. അത്യാവശ്യം കിട്ടിയിട്ടാ. ഇപ്പോൾ താഴെ ഉള്ളതെല്ലാം പറിച്ചിട്ട് പിന്നെ എല്ലാം ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ട്. ഇപ്പോൾ മോളിൽ നിന്നാണ് കേട്ടോ, ഏറ്റവും പൊക്കത്താണ്. കൊലയായിട്ട് ഉണ്ടാവണില്ല കേട്ടോ. ഒരു മരത്തിൻ്റെ എല്ലാ ഏരിയയിലും ഇങ്ങനെ സ്പ്രെഡായിട്ടാണ് ഈ തവണ ഉണ്ടായേക്കണത്. അതെന്താണെന്നറിയില്ല. കഴിഞ്ഞ തവണയൊക്കെ കൊല കുത്തിയിട്ടാണ് ഉണ്ടായത്. കഴിഞ്ഞ തവണ ഉണ്ടായില്ല, അതിന് മുമ്പത്തെ തവണ ഒരു കൊല്ലം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഈ തവണ എല്ലാവരുമായിട്ട് നല്ല സ്പ്രെഡായിട്ടാണ് ഉണ്ടായേക്കണേ. അപ്പോൾ ഉമ്മ പറയുന്നുണ്ടായിരുന്ന വളത്തിൻ്റെ കുറവാണ് എന്നൊക്കെയാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ്. നാട്ടിൽ ഉലുഹിയത്ത് അറുത്ത ബീഫിൻ്റെ കുറച്ച് നമ്മുടെ പങ്കായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ കട വീട്ടിലായിരുന്നത്, ഫ്രീസറിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അത് അത്യാവശ്യം ബീഫ് ഉണ്ടായിരുന്നു കേട്ടോ. 2 കവറിലായിട്ട് 2 കിലോയുടെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ അത് രാവിലെ തന്നെ പോയി എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ തലേ ദിവസം ഇത്താനെ വിളിച്ച് പറഞ്ഞിട്ട് ആളതെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഇന്നലെയാണ് കേട്ടോ നടന്നത്. തലേ ദിവസം തന്നെ ഞാൻ നന്നായിട്ട് കട്ട് ചെയ്ത് അത് വേവിച്ച് വെച്ചു. പക്ഷെ അപ്പോഴത്തേനും ഉച്ചയ്ക്ക് എന്തോ ആവശ്യത്തിന് വേണ്ടി പുറത്തു പോയി. പിന്നെ പുറത്തുനിന്നൊക്കെയാണ് ഫുഡ് കഴിച്ചത്. അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ തന്നെ ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓൾറെഡി വെന്ത ബീഫാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ പണിയൊന്നുമില്ല. അങ്ങനെ സവാളയും ഇഞ്ചി വെളുത്തുള്ളി കാര്യങ്ങളെല്ലാം കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്ത് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാം വഴണ്ട് വന്നപ്പോൾ എല്ലാ പൊടികളും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് പിന്നെ വേവിച്ച നമ്മളുടെ ബീഫ് അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ പിള്ളേർക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. ചൂടാണെങ്കിലും തണുപ്പാണെങ്കിലും ഇവിടെ പിള്ളേർക്ക് കുറച്ച് ചൂടുവെള്ളത്തിൽ കുളിക്കണ പരിപാടി കുറച്ച് കൂടുതലാണ്. കാരണം അവിടെ എപ്പോഴും ഹീറ്ററിൽ ചൂടുവെള്ളം അവൈലബിൾ ആയതുകൊണ്ട് രാവിലെ സ്കൂളിൽ പോണ സമയത്തൊക്കെ ചൂടുവെള്ളം ഉപയോഗിച്ച് ശീലമായി പോയിട്ടാണ്.
ഒരു ആദ്യത്തെ 2 ദിവസമൊന്നും ഞാൻ കൊടുക്കാൻ നിന്നിട്ടില്ല, എല്ലാത്തിലും കുളിച്ച് ശീലമാവണമല്ലോ. പക്ഷെ ചെറുത് കരയാൻ തുടങ്ങിയിട്ടാ, തലയിൽ കൂടെ വെള്ളം ഒഴിക്കുമ്പോൾ മാത്രം ആൾ ഭയങ്കര കരച്ചിലാണ്. പിന്നെ ഞാൻ ചൂടുവെള്ളം ആക്കാൻ തുടങ്ങി. അതേപോലെ കിറ്റിലും ഉണ്ട്, അതിലും വെള്ളം വെച്ച് കൊടുക്കും. അങ്ങനെ അതേ വേവിച്ച ബീഫൊക്കെ അതിലേക്ക് ഇട്ടൊന്ന് മിക്സ് ചെയ്തു. ഇന്ന് ബാക്കിൽ പണിക്കാരും ഒക്കെ ഉണ്ട് കേട്ടോ. ഏറ്റവും ബാക്കിലേക്കുള്ള ആ ഒരു സ്പേസ് ഉണ്ടല്ലോ കാട് പിടിച്ച് നിന്നതൊക്കെ, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഹിറ്റാച്ചി ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹാസിമ് കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇവിടെ പുറത്തേക്ക് പിള്ളേരെ ഇറക്കാനേ പറ്റുന്നില്ല, കാരണം അത്ര കൊതുകാണ്. കൊതുകിൻ്റെ ശല്യം ഭയങ്കരമാണ് കേട്ടോ, ഒരു രക്ഷയില്ല. എനിക്കും ചെറുതിനും ചൊറിച്ചിലൊക്കെ ആയിട്ട് കാലൊക്കെ ഭയങ്കര അലർജി ആയിട്ട് വന്നേക്കാണ് കേട്ടോ. കാലുമ്മയൊക്കെ ഭയങ്കര ചൊറിച്ചിലായിട്ട് വന്നേക്കാണ്. അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോൾ കുറച്ച് ലേറ്റായി. നമ്മുടെ ബീഫും അതേപോലെ ഞാൻ കിഴങ്ങേറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വെള്ളയപ്പമാണ് അത്, ദോശ പോലെ ചുട്ടെടുത്തു എന്ന് മാത്രം കേട്ടോ. അവിടെ പാത്രത്തിൽ ഞാൻ പിന്നെ ചുടാൻ നിന്നിട്ടില്ല വെള്ളയപ്പത്തിൻ്റെ. അപ്പോൾ പിള്ളേർ ഇത് പണി തുടങ്ങിയിട്ടുണ്ട്. അവർ മീൻ പിടിക്കാൻ പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ എരേനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ മമ്മട്ടിയും കോടാലിയൊക്കെ ആയിട്ട് ഇത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊന്ന് കുഴിച്ച് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം എരേനെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഇതിലേക്ക് ആക്കിയിട്ട് ഇത് എല്ലാവരും കൂടി മീൻ പിടിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അവരുടെ വീട്ടിൽ ഒരു പറമ്പിൻ്റെ അകത്തൊരു പൂള് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ നാളത് സ്വിമ്മിംഗ് പൂളായിട്ടാണ് യൂസ് ചെയ്തത്. പിന്നീട് അതിൽ മീനിൻ്റെ പരിപാടിയാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തത്. പിലോപ്പിയുടെ ചെറിയ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ടിട്ട്, അപ്പോൾ അതൊക്കെ നന്നായിട്ട് വലുതായി. അപ്പോൾ ഇടയ്ക്ക് പോയി മീൻ പിടിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടും കേട്ടോ. അതിൽ അത്യാവശ്യം മീനുകളുണ്ട്. പിലോപ്പി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവർ പുറത്ത് കുളത്തിലാണ് പിടിക്കാൻ പോണേന്നാണ് കേട്ടോ. അപ്പോൾ എനിക്കെന്തായാലും ഉച്ചക്കത്തേക്ക് ബീഫൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ വന്നിട്ട് കുറച്ച് നെയ്ച്ചോറ് എന്തെങ്കിലും ആക്കിയാൽ മതിയല്ലോ. അപ്പോൾ ഞാനും പിള്ളേരുടെ കൂടെ തന്നെ പോയി കുറച്ച് വീഡിയോയൊക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതാണ് 3ാമത്തെ ബ്രദറിൻ്റെ വീട്. അവിടുത്തെ മോനുണ്ട് കേട്ടോ, അവനാണ് ഇതിൻ്റെ മെയിൻ ആൾ. അപ്പോൾ ആൾ വീട്ടിൽ നിന്ന് ചൂണ്ടയൊക്കെ എടുത്തിട്ട് അതെ ആ ഒരു പറമ്പിലേക്ക് പോവാണ് കേട്ടോ. അവിടെ കുറേ ചെടികളും പിന്നെ ഈ ഒരു പൂളും അത്രേ ഉള്ളൂ കേട്ടോ. ഇതൊരു പാടം ഏരിയയാണ്. അപ്പോൾ അതല്ലാതെ പറമ്പിലല്ലാതെ സാധാ കുളമുണ്ട്, അവിടെ നിന്നും മീൻ പിടിക്കാറുണ്ട്. ഞാൻ അങ്ങോട്ടേക്കാണ് പോകുന്നതെന്നാണ് ആദ്യം വിചാരിച്ചത്. ഇവിടുത്തെ റോഡൊക്കെ ആകെ മോശമായിട്ട് കിടക്കാണ് കേട്ടോ. അങ്ങോട്ടേക്കൊന്നും വണ്ടിക്ക് പോകാനേ പറ്റില്ല. അപ്പോൾ വണ്ടിയൊക്കെ നമ്മളവിടെ പാർക്ക് ചെയ്തിട്ട് നടന്നു വരികയാണ് ചെയ്തത്. പോകുന്ന വഴിയെല്ലാം വെള്ളം കെട്ടിയിട്ട് ആകെ മോശമായി കിടക്കുകയാണ് റോഡും കാര്യങ്ങളൊക്കെ. അങ്ങനെ വന്ന പാടെ നമ്മുടെ സയാൻ പണി തുടങ്ങിയിട്ടാണ്. ഇക്കാടെ 2ാമത്തെ മോനാണ്. അവൻ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. മാത്രമല്ല അവിടെ കുതിരയുണ്ട് കേട്ടോ. 3ാമത്തെ ബ്രദറിൻ്റെ വീട്ടിൽ 2 കുതിരയുണ്ട്. ആളൊരു അടിപൊളി ഹോഴ്സ് റൈഡറും കൂടിയാണ് കേട്ടോ. ഇവൻ ഇതിനും ചെറിയ പ്രായത്തിൽ ആ ഒരു കുതിരേനെയും ഓടിച്ചിട്ട് നമ്മുടെ അതിൽ കൂടെയൊക്കെ പോകുമ്പോൾ എല്ലാവരും വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുമായിരുന്നു. ആൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കുറച്ച് ഇൻട്രസ്റ്റ് കൂടുതലാണ്. അങ്ങനെ ആളിത് നേരത്തെ പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എരേനെ നമ്മുടെ ചൂണ്ടയിൽ കൊളുത്തി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ അതേ കുഞ്ഞി ഫിഷുകളാണ് കിട്ടിയത്. അപ്പോൾ അവൻ അത് ഉടനെ തന്നെ ചൂണ്ടക്കുളത്തിൽ നിന്ന് എടുത്ത് തിരിച്ച് കുളത്തിലേക്ക് ഇട്ട് കൊടുക്കൂട്ട. കാരണം അത് കുറച്ചും കൂടി വലുതായാലല്ലേ കുഞ്ഞു മീനിനെ പിടിച്ചിട്ടൊരു കാര്യമില്ലല്ലോ. അവൻ ആദ്യം കുഞ്ഞുങ്ങളെയാണ് കേട്ടോ കിട്ടിയത്. കുറേ നേരം വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ തന്നെ എനിക്ക് ബോറടിച്ച് തുടങ്ങി. എനിക്കിതിനോടൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ. മീൻ പിടിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളത് ഇക്കാക്കാണ്. അപ്പോൾ ഇക്കാക്ക അവിടെ പണിക്കാരുള്ളതുകൊണ്ട് ആളവിടെ സ്റ്റക്കായി പോയതാണ് കേട്ടോ. അങ്ങനെ ഒരു 1:30 വരെ ഞാനവിടെ നിന്നു. അപ്പോൾ എൻ്റെ കൈ ഒന്ന് രാവിലെ പൊള്ളിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കിഴങ്ങറി വെക്കണ സമയത്ത് ഒരു കൈയുടെ സൈഡിൽ അത്യാവശ്യം പൊള്ളിയിട്ടൊന്ന് കുമളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഭയങ്കര നീറ്റലായിരുന്നു കേട്ടോ. കുറേ നേരം അതുകൊണ്ട് നടന്നു. പിന്നെ തേനും അതേപോലെ നമ്മുടെ പേസ്റ്റ് ഉണ്ടല്ലോ, അതേതെങ്കിലും തേച്ചാൽ മതി, കുമളക്കില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ തേച്ചതിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞു കേട്ടോ. പേസ്റ്റ് നന്നായിട്ട് പൊത്തി വെക്കണം. അപ്പോൾ അത് ആ ഒരു തണുപ്പും കൊണ്ട് കുമളച്ച് വരില്ല എന്നാണ് പറയണത്. പക്ഷെ ഞാൻ തേച്ചത് കുറഞ്ഞു പോയതുകൊണ്ട് നന്നായിട്ട് കുമളച്ച് വന്നു. അപ്പോൾ അതുകൊണ്ട് ഇക്കടെ വീട്ടിൽ കയറിയപ്പോൾ അവിടെ എന്തായാലും ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എന്നോടൊന്നും വെക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് നെയ്ച്ചോറും കുറച്ച് ചിക്കൻ കറിയും ഇതൊക്കെ ആയിട്ട് ഹാറൂൻ്റെ കൊടുത്തയച്ചു. ഞാൻ അവിടെ നിന്ന് നേരത്തെ പോന്നു. കുറച്ച് നേരം പിള്ളേരുടെ കൂടെ നിന്നിട്ടാ. ഞാൻ കിട്ടൂല എന്നാണ് വിചാരിച്ചത്. പിന്നെ ഞാൻ നേരെ ഇങ്ങോട്ടേക്ക് പോന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഹംദാനും പോന്നു. പക്ഷേ സയാനും നമ്മുടെ ഹാറൂനും കുറേ നേരം അവിടെ നിന്ന് വലിയ മീനിനൊക്കെ പിടിച്ചിട്ട് വൈകുന്നേരമായിട്ടാണ് വന്നപ്പോൾ
ഹാസിമ് ചെളിയിൽ മുങ്ങിയിട്ടാണ് കേട്ടോ വന്നത്. റോഡിലൊക്കെ ഭയങ്കര ചെളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവൻ അതിലൊക്കെ മാക്സിമം കളിച്ചാണ് വന്നത്. വന്നപാടെ ആളെ കുളിപ്പിക്കലും പിന്നെ നമ്മുടെ കുളിയും നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഫുഡ് ബ്രദറിൻ്റെ അടുത്ത് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ല അടിപൊളി നെയ്ച്ചോറും ചിക്കൻ കറിയും സാലഡും ഒക്കെ കൂട്ടി ഫുഡ് കഴിച്ചു. ബീഫ് പിന്നെ പിറ്റേന്നത്തേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ അവർ മീനിനെയൊക്കെ പിടിച്ച് ഒരു 4 വലിയ പിലോപ്പിയായിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ ഇക്കാക്ക് തൃശ്ശൂർ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു കേട്ടോ. ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ പിള്ളേരാണെങ്കിലും 2 പേരും 2 വഴിക്ക് പോയിട്ടുണ്ട്, 2 വീട്ടിലായിട്ടാണ്. അപ്പോൾ ഞാനും ചെറുതും മാത്രമേ ഉള്ളൂ. അപ്പോൾ പിലോപ്പി ഒന്ന് വൈകിട്ട് തന്നെ പൊള്ളിക്കാമെന്ന് വിചാരിച്ചിട്ട് ഫ്രഷായിട്ട് വെക്കണമല്ലോ. ഫ്രഷായിട്ട് കിട്ടിയ മീനല്ലേ, ഇനി അത് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഞാൻ അകത്ത് നിന്ന് ക്ലീനിങ് തുടങ്ങി. പിന്നെ അതിൻ്റെ മെയിൻ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല ചെതമ്പലുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ലോണം ചെതമ്പലുണ്ട്. അത് ഉരച്ചാലേ ശരിയാവുള്ളൂ. അങ്ങനെ പുറത്ത് അലക്കല്ലിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് നന്നായിട്ട് ഉരച്ച് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോഴത്തേക്കും വൈകിട്ട് ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പുറത്ത് പോയി നിൽക്കുമ്പോഴുള്ള മെയിൻ പ്രശ്നം ആ സമയത്ത് കൊതുകാണ് കേട്ടോ. കൊതുകിൻ്റെ ശല്യം ഒരു രക്ഷയുണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും നമുക്കിതിൻ്റെ പണി കഴിച്ചെടുക്കണമല്ലോ. നമ്മുടെ അകത്ത് വെച്ചിട്ട് അത് ക്ലീനിങ് അത്ര പോസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് തന്നെ വലിയ അത്യാവശ്യം വലിപ്പമുള്ള മീനാണല്ലോ. അപ്പോൾ നന്നായിട്ട് ഉരച്ച് അത് കഴുകി വേസ്റ്റൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് വരഞ്ഞെടുത്ത് കൊണ്ടുവന്നിട്ട് ഞാൻ പുറത്ത് കൊണ്ടുപോയിട്ടാണ് ചെയ്തത്. ക്ലീനിങ് കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ഏകദേശം മഗ്‌രിബ് കൊടുക്കാറായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനതിലേക്ക് മസാലയൊക്കെ തേച്ച് വെച്ചിട്ട് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോയി. മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും കുറച്ച് ഉപ്പും നാരങ്ങാനീര് ഒഴിച്ചിട്ട് ഒരു മസാല ഉണ്ടാക്കിയിട്ട് അത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം മസാല പിടിക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഇതിലേക്ക് പൊള്ളിക്കാനാണല്ലോ, അപ്പോൾ ചെറിയൊരു മസാല ഉണ്ടാക്കണം. അതിന് തേങ്ങാപ്പാലൊക്കെ വേണം. അപ്പോൾ ഞാൻ ഇൻസ്റ്റൻറ്റ് തേങ്ങാപ്പാലിൻ്റെ പൊടി പാക്കറ്റ് വാങ്ങിക്കുകയാണ് കേട്ടോ ചെയ്തത്. ഇപ്പോഴത്തെ വെളിച്ചെണ്ണയുടെയും തേങ്ങയുടെയൊക്കെ വിലയും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. പിന്നെ ഇപ്പോൾ അങ്ങനെ ആവശ്യം തോന്നിയില്ല. ഞാനിതിലേക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പൊടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഫിഷ് നിർവാണയാണെങ്കിലും പൊള്ളിച്ചതാണെങ്കിലൊക്കെ നമ്മുടെ പാക്കറ്റിൻ്റെ പൊടിക്ക് പ്രത്യേക ഒരു രുചിയാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഞാൻ ഷോപ്പിലേക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് തൊട്ടടുത്ത് തന്നെ കടയുള്ളതുകൊണ്ട് നമ്മളെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അവർ കോളിംഗ് ബെല്ല് അടിച്ചിട്ട് പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ തുറക്കലില്ല, അവർ പുറത്ത് വെച്ചിട്ട് അങ്ങനെ പൊക്കോളും. അപ്പോൾ അങ്ങനെ പാൽപ്പൊടി കാര്യങ്ങൾ, നാരങ്ങ, സവാള, തക്കാളി, പച്ചമുളക് എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാം പുറത്ത് വന്നിരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഫിഷിന് മസാലയൊക്കെ തേച്ച് അപ്പോൾ ഇതിനും പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കളിയൊക്കെ കഴിഞ്ഞ് ബാങ്ക് കൊടുത്ത സമയത്ത് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നിസ്കാരം വഴിയിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ പള്ളിയിൽ പോയിട്ടൊക്കെയാണ് വന്നത്. അപ്പോൾ അവർ അവധാനം കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അവിടെ ഇരുത്തിയിട്ടുണ്ട്. ഹാസിമ് നാട്ടിൽ വന്നേ പിന്നെ TV കാണലേ ഇല്ല കേട്ടോ. നെടുവന്നൂരാണെങ്കിലും ഒട്ടും TV കാണലില്ല. ഫുൾ ടൈം കളിയും ഓരോരുത്തരുടെ പുറകെ നടക്കലായിരിക്കും. കാരണം ഹംദാൻ രാവിലെ തുടങ്ങി ഉച്ച വരെ ഒരു സിനിമ കാണും. അത് കഴിഞ്ഞ് കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞൊരു സിനിമ നോക്കും. അത് കഴിഞ്ഞ് ഞാൻ ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ TV ഓഫ് ചെയ്യും കേട്ടോ. കളിക്കാൻ ആരെങ്കിലും വന്നാലും വന്നില്ലെങ്കിലും പിന്നെ മഗ്‌രിബും ഒക്കെ കഴിഞ്ഞ് ഒരു 8 മണിയാകുമ്പോഴേ TV വെക്കാൻ സമ്മതിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഹാസിമ് TVയുടെ മുമ്പിലേ ഇരിക്കാറില്ല, അവിടെയാണെങ്കിലും ഇവിടെയാണെങ്കിലും. അപ്പോൾ നമ്മുടെ വീടിനോട് ചേർന്നിട്ട് തന്നെ ഫ്രോസൺ സാധനങ്ങൾ കിട്ടുന്ന ഒരു ഷോപ്പുണ്ട് കേട്ടോ. അവിടെ നമ്മുടെ മോമോസ്, അതേപോലെ നഗറ്റ്സ്, ഫ്രഞ്ച് ഫ്രൈസ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മുടെ വീടിനോട് ചേർന്ന് തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര സുഖമാണ് കേട്ടോ. ചില സമയത്ത് മോമോസ് ഉണ്ടാവില്ല, നമ്മൾ തലേദിവസം പറഞ്ഞാൽ അവർ കൊണ്ടുവന്ന് വെക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഒരു ആശ്വാസമാണ്. നമുക്ക് എന്തെങ്കിലും പിള്ളേർക്ക് പെട്ടെന്നൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ, അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ കിട്ടണമെങ്കിൽ ലുലുവിലോ ബിസ്മയിലൊക്കെ പോകണം. അത് അടുത്താണ്, എന്നാൽ ഇത്രയും തൊട്ടടുത്തൊരു ഷോപ്പുള്ളത് നല്ലതാണല്ലോ. അപ്പോൾ മോമോസ് ഉണ്ടായിരുന്നു. അപ്പോൾ പിള്ളേർക്ക് എന്തായാലും നല്ല വിശക്കുന്നുണ്ട്. അപ്പോൾ ഓത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും മോമോസൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുത്തിട്ടാണ്. സത്യം പറഞ്ഞാൽ ഒരു പാക്കറ്റ് ഫുള്ള് ഇപ്പോൾ തന്നെ തീർന്നിട്ടുണ്ട്. 3 പിള്ളേർക്കും മോമോസിൻ്റെ കാര്യം അറിയാമല്ലോ, നല്ല ഇഷ്ടമാണ്. ഞാനും കഴിച്ചിട്ടാണ് ഒരു 3-4 എണ്ണം. അപ്പോൾ ഇക്ക മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് അത്യാവശ്യം ലേറ്റായിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ മീൻ ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അങ്ങനെ സമയം പോയി. കുറച്ച് നേരം അവരായിട്ടൊക്കെ സംസാരിച്ചിരുന്ന്
ഫിഷ് ഒരുപാട് മുരിയിച്ചെടുക്കണ്ട, മോൾ ഭാഗം ഒന്ന് കളറൊക്കെ ഒന്ന് മാറി ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ആക്കി എടുത്താൽ മതി. എന്നിട്ട് അതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ സവാളയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ, നല്ലപോലെ വഴറ്റിയെടുക്കണം. എന്നിട്ട് അതിലേക്ക് ഞാൻ മീനിൽ മസാല തേച്ചിട്ട് കുറച്ച് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു, ആ പൊടികളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തു. വേറെ ഒന്നും എക്സ്ട്രാ പൊടികളൊന്നും ചേർത്തിട്ടില്ല. പിന്നെ കറിവേപ്പില, നമ്മുടെ തേങ്ങാപ്പാൽ ഞാൻ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഓൾറെഡി പൊടി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് പറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു തേങ്ങാപ്പാലിൽ കിടന്ന് പറ്റി വരുമ്പോൾ ഉള്ളൊരു ടേസ്റ്റ് ഉണ്ടല്ലോ. വാഴയില ഞാൻ നേരത്തെ കട്ട് ചെയ്ത് കൊണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, കാരണം രാത്രി ഇനി പുറത്തേക്ക് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതൊന്ന് ഗ്യാസിൻ്റെ മുകളിൽ വെച്ചിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളുടെ പൊള്ളിച്ചതിൻ്റെ മസാല നല്ല പറ്റി സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഫ്രൈ ചെയ്തിട്ടുള്ള നമ്മുടെ ഫിഷ് വെച്ചെടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് മസാലയും തേച്ച് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആ സമയം പിള്ളേർക്ക് ഞാൻ നേരത്തെ ചോറിൻ്റെ കൂടെ ഉച്ചക്കാലത്തെ നെയ്ച്ചോറ് കാര്യങ്ങളൊക്കെ ഉണ്ടായല്ലോ, അതിൻ്റെ കൂടെയാണ് കേട്ടോ കൊടുത്തത്. എനിക്ക് വെറുംചോറ് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇതുവരെ ഞാൻ അരി കാര്യങ്ങളൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. ഓരോ ദിവസം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടൊക്കെ ആയിട്ട് പോക്കാണ്. ഞാനും നെയ്ച്ചോറിൻ്റെ കൂടെ തന്നെയാണ് കഴിച്ചത്. രാത്രി 2 ഫിഷ് ഞാനും പിള്ളേരും കൂടി കഴിച്ചു, ബാക്കി 2 എണ്ണം വന്നിട്ടാണ്. അപ്പോൾ ഇക്ക ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഡിന്നറൊക്കെ കഴിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഇക്കാക്ക് പിറ്റേന്ന് ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനൊക്കെ ആയിട്ടാണ് കേട്ടോ ഈ മീൻ കൊടുത്തത്. ഏറ്റവും വലുത് നോക്കിയിട്ട് ഇക്കാക്ക് മാറ്റി വെച്ചു. മീഡിയം ഉണ്ടായിരുന്ന 2 എണ്ണം അങ്ങനെ ഞങ്ങളും കഴിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഈ 2 ദിവസത്തെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ ഫിഷ് ഇതേപോലെ പൊള്ളിച്ച് കഴിക്കാത്തവരാണെങ്കിൽ ഉണ്ടാക്കി നോക്കിക്കോ, അടിപൊളിയാണ്. സത്യം പറഞ്ഞാൽ ഇത് ഒരു ദിവസം ഇരുന്നിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിറ്റേ ദിവസം ആകുമ്പോൾ ആ ഒരു മസാലയൊക്കെ പിടിച്ചിട്ട് നല്ല രുചിയാണ്. അപ്പോൾ ഉടനെ തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ അത്ര ഒരു ടേസ്റ്റ് ഇല്ല കേട്ടോ. ആ ഒരു മസാലയും കാര്യങ്ങളൊക്കെ പിടിച്ച് വരുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടിപൊളി റെസിപ്പീസും വ്ളോഗൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.